അപ്പോൾ ബോർഡർ കഴിഞ്ഞാൽ പാട് സിം എടുക്കുക പുതിയത്, എന്നിട്ട് നമ്മളെ കയ്യിലുള്ള പൈസ നേപ്പാൾ മണിയാക്കി മാറ്റുക. മാസത്തെ സിമ്മാണ് 7 ദിവസം നമുക്ക് അൺലിമിറ്റഡ് കിട്ടും. അങ്ങനെ നമ്മൾ ബോർഡറിൽ നിന്ന് സിം കാർഡും പൈസയൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് സിം കാർഡ് എടുത്തു. പിന്നെ വണ്ടി കയറിയിട്ടുണ്ട്. പോക്കറയിലേക്കാണ് ആദ്യം പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് 600 രൂപയാണ് ഇന്ത്യൻ റുപ്പീസ് വാങ്ങിയത്. സിം കാർഡിന് 350 രൂപ. പുതിയ സിം കാർഡ് എടുക്കുകയാണെങ്കിൽ 7 ദിവസമാണ് അൺലിമിറ്റഡ്. അത് കഴിഞ്ഞ് നമ്മൾ നിൽക്കുകയാണെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്തിട്ട് അതിന് റീചാർജ് ചെയ്യണം. സാധാ കാർഡ് ചേരേണ്ടുന്ന പരിപാടി തന്നെ അവിടെ. പിന്നെ ഇനിയിപ്പോൾ ആളാവണം തോന്നുന്നു. ബസ്സിൽ ഇപ്പോൾ ആരുമില്ല. അടുത്ത കഴിഞ്ഞാൽ ഞാൻ പോകും. ഈ ബസ്സിൽ പോയി ഇനി പോക്കറയിലാണ്. അപ്പോൾ നമ്മളങ്ങനെ പോക്കറയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നെന്തായാലും എവിടെയും പോകാൻ നടക്കില്ല. അപ്പോൾ ഇവിടെ റൂം നോക്കണം. അപ്പോൾ റൂം നോക്കിയിട്ട് സെറ്റാവുക നോക്കണം. എന്നിട്ട് വേണം ഒരു ഷൂ എടുക്കണ്ട. എനിക്ക് ഷൂ ഇല്ല. അപ്പോൾ കൂടുതൽ തണുപ്പാണ്. അപ്പോൾ ഒന്ന് ഷൂ എടുക്കണം. എന്നിട്ട് വേണം ഷൂവും സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേണം നാളെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ. ആദ്യം ഇവിടെ ഷൂവിൻ്റെ കട നോക്കാം. എന്നിട്ട് എൻ്റെ ബാഗ് ഫുള്ള് പൊട്ടിപ്പോയി. കയറ് വെച്ച് കൊപ്പിച്ചാണ്. അപ്പോൾ ഒരു ബാഗ് കൂടി. ഗൈസ്, ഇതാണ് നമ്മൾ ഷൂ എടുത്തത്. ഗോൾഡ് സ്റ്റാറാണ്. നമ്മൾ പണ്ട് ഓടാൻ പോകുമ്പോൾ ഒക്കെ വാങ്ങുന്ന സാധനമായിരുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ നമ്മളെടുത്ത്. ഇതിനിപ്പം വന്നത് 2000 നേപ്പാളീസാണ്. ഓക്കെ, ഈ സാബിൻ്റെ കടയാണ്. അപ്പോൾ വന്നാൽ നമുക്ക് സാധനം പ്രൈസിന് കിട്ടും. അപ്പോൾ ഷൂ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ വന്നെടുത്താൽ മതി. പിന്നെ എൻ്റെ ബാഗ് പൊട്ടിയായിരുന്നു. അപ്പോൾ ഞാനൊരു ബാഗ് കൂടി എടുത്തു. അപ്പോൾ എല്ലാം കൂടി നമുക്ക് 3500 കിട്ടി. നാട്ടിലൊരു 2000 രൂപയ്ക്ക് സാധനം സെറ്റായിട്ടുണ്ട്. അപ്പോൾ വരികയാണെങ്കിൽ ഈ കടയിൽ നിന്ന് വന്ന് എടുക്കുക. ഷൂ ആണെങ്കിൽ കറക്റ്റ് ഫിറ്റാണ്. ഓക്കെ, കാണാം. അപ്പോൾ ഗൈസ്, ഇതാണ് കട. കടേൻ്റെ പേരെനിക്ക് വായിക്കാറിഞ്ഞൂടാ. ഇതാണ് കട. ഈ ഭാഗത്തുനിന്ന് നേരെ വന്നാൽ ഈ കട കിട്ടും. അപ്പോൾ നമ്മൾ സാധനം വാങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇനി റൂം തപ്പിയ ശേഷം വേറൊരു റൂം നോക്കാൻ പോവുകയാണ്. ഇവിടെ വേറൊരു റൂം കൂടി ആ പൈസ സെറ്റാന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. ഗൈസ്, ഇതാണ് റൂം. നമുക്ക് 500 കിട്ടിയ 500 നേപ്പാളീസ് ഇട്ടാ. അപ്പോൾ ഏകദേശം നാട്ടിലൊരു 300 സംതിങ്ങിനുള്ള സാധനം കിട്ടും. സ്വന്തമായിട്ട് ബാത്റൂമുണ്ട്, സ്വന്തമായിട്ട് കണ്ണാടിയുണ്ട്, സ്വന്തമായിട്ട് ഫാനുണ്ട്. ഈ ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞാലേ ഞാൻ ചത്തു അമ്മയെ തണുത്തോടെ. ഈ ഫാനും കൂടി ഉണ്ട്. ഇമാർക്ക് ഫാൻ ഒരു ഹീറ്റർ അങ്ങനെ വെച്ചാൽ പോരെ. ഇതാണ് സാധനം. ഒരു പുതപ്പുണ്ട്. സ്ഥലം ഓക്കെയാണ്. നാട്ടിലൊരു 300 രൂപയാവുള്ളൂ. അതുകൊണ്ട് ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ പ്ലാൻ ഇത്രേ ഉള്ളൂ. നേരെ ഇവിടുന്ന് റൂം എടുക്കുക. നാളെ രാവിലെയാണ് നമുക്ക് 10 മണിക്ക് നമുക്ക് എന്താക്കാം പാസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 12 മണി വരെ ഇവിടെ ചെക്കൗട്ട് ടൈമുണ്ട്. അപ്പോൾ 10 മണിക്ക് പാസ് എടുത്ത് വന്നിട്ട് നമുക്ക് ബാക്കി. ഇതാണ് നമ്മളെ റൂമിൻ്റെ ബായ്. നാം ക്യാ ഹേ? ഭരത്. ഓക്കെ, ഈ ബായ് ആണ് നമുക്ക് റൂം വന്നത്. ഈ ബായിനെ നോക്കി വെക്കുക. ഈ ബായിനോട് പറഞ്ഞാൽ നമ്പർ ഞാൻ സെറ്റാക്കി തരാം. അപ്പോൾ റൂം നമുക്ക് 500 രൂപ കിട്ടും. റൂമിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സാധനങ്ങളൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. എന്നിട്ട് വന്നിട്ട് കുളിക്കാം. അതാണ് നല്ലത്. അല്ലെങ്കിൽ വിശന്ന് ഞാൻ കൊടലി കയറി. നമ്മളിവിടെ വന്നിട്ട് ഫ്രൈഡ് റൈസാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫ്രൈഡ് റൈസിന് 150 നേപ്പാളീസ്. ഇതാണ് ഫ്രൈഡ് റൈസ്. ഇതൊന്നും സാധനം മനസ്സിലായില്ല. നമ്മളവിടെ സോസ് കിട്ടും നല്ലത്. വേറെ എന്തോ സാധനമാണെന്ന് തോന്നുന്നു. കൂട്ടി കഴിച്ചു നോക്കാം. കൈ കൊണ്ട് കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. നോക്കാം. കുഴപ്പമില്ല. നാട്ടിലെങ്ങാനും ഭയങ്കര എരിവാണിത്. പിന്നെ കുറേ ചോറ് തന്നിട്ട് 4 ദിവസമായി ചോറ് തന്നിട്ട് കുറച്ച് ചോറ് സെറ്റാക്കാം. വിശപ്പ് മതിയായില്ല. അപ്പോൾ നമ്മൾ മോമോസ് കൂടി പറഞ്ഞു. ഇതാണ് മോമോസ്. 10 എണ്ണത്തിന് 150 രൂപ. 150 നേപ്പാളീസ്. അപ്പോൾ അത് തിന്ന് നോക്കാം നമുക്ക്.